ബഹുമാനപ്പെട്ട ഡോക്ടർ ഇസുദ്ദീൻ ഹസൻ സാഹിബ്, ഞാൻ വേഗത്തിൽ പോകണം, സമയം പോയതുകൊണ്ട്. പാളയം ഇമാം, നമ്മുടെ കടക്കൽ അസീസ് മൗലവി, മറ്റ് വേദിയിലുള്ള സമസായ വേദിയിലുള്ള മറ്റ് വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. അറബി ഭാഷയും സംസ്കാരം. അപ്പോൾ പലരും ചോദിച്ച് ഫസൽ ഗഫൂറിന് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അധികാരം? അയാളൊരു അറബ് പണ്ഡിതനൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സംശയം വേണ്ട, അറബിയുടെ കാര്യത്തിൽ ഞാനൊരു ജാഹിലാണ്, മനസ്സിലല്ലേ? ഞാൻ ഉലമാക്കളിൽ പെടും, മാലിമായിട്ടുള്ള ആളല്ല ഇക്കാര്യത്തിൽ. പക്ഷെ മറ്റു കാര്യങ്ങളിൽ ഞാൻ വിദഗ്ധനാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്. ഇന്ത്യയിൽ 3-4 തരം ഭാഷയുള്ളത്. ഒന്ന് സംസ്കൃതം എന്ന ഇൻഡോ യൂറോപ്യൻ ഭാഷ, മറ്റൊരു സെമിറ്റിക് ഭാഷ എന്ന് പറയപ്പെടുന്ന അറബ് ഭാഷ, അതിനു മുമ്പ് പ്രാകൃത ഭാഷ വടക്കേ ഇന്ത്യയിൽ, ഇവിടെ പ്രോട്ടോ ദ്രവീഡിയൻ ഭാഷ എന്ന് പറയുന്ന തമിഴ്, അതിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള മലയാളം തുടങ്ങിയിട്ടുള്ള ഭാഷകൾ. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കിതിൽ ഹിന്ദി, ഉറുദു ഇത് രണ്ടും നല്ലോണം അറിയാം. രണ്ടാമത് തമിഴും തെലുങ്കും അറിയാം. അപ്പോൾ എൻ്റെ പ്രശ്നം കുറേ സോൾവ് ആയല്ലോ. ഇംഗ്ലീഷ് പിന്നെ നമ്മുടെ ഒരു മാതൃഭാഷയായിട്ട് കൂട്ടാം. നേരത്തെ രജിസ്ട്രാർ പറഞ്ഞാൽ ഞാൻ അവിടെയാണല്ലോ പഠിച്ചു കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ പിന്നെ അറബി ഭാഷ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറബി ഭാഷ അറിയാം. അറിയാതിരിക്കുന്ന എങ്ങനെ? എല്ലാവരും ഓത്തോളിയിൽ പോയിട്ടുള്ളല്ലേ, എല്ലാവരും പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ടുള്ളല്ലേ. എന്നെ പഠിപ്പിച്ചതൊക്കെ മഹാപണ്ഡിതന്മാരാ. ആരൊക്കെയാ? മങ്കട അബ്ദുൽ അസീസ് മൗലവി, CN അഹമ്മദ് മൗലവി, കൂട്ടത്തിൽ ചേകന്നൂർ മൗലവി. ശബ്ദം കുറച്ച് പറയാൻ, കാരണം പണ്ട് ഇവരെല്ലാവരും വാപ്പാനെ കാണാൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പാക്ക് പേഷ്യൻസ് ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല വാചാലമായിട്ട് സംസാരിക്കും. പ്രത്യേകിച്ച് ചേകന്നൂർ, CN ഒക്കെ. അവർക്ക് ഓരോരോ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ട്. അതിൽ ഏതൊക്കെ ഐഡിയാസ് വികലമാണോ അല്ലേ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞ 3 കഥാപാത്രങ്ങൾക്ക് അങ്ങനത്തെ തരാറുണ്ട്. അപ്പോൾ അവർ പറയും, എൻ്റെ മകൻ ഫസൽ നല്ലോണം വായിക്കും, മൂപ്പര കൂടെ ഒന്ന് ഇരുന്നേക്കും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കൂടെ ഇരുന്ന് എനിക്ക് അറബി ഭാഷയൊക്കെ നല്ലോണം, എനിക്ക് വായിക്കാൻ എഴുതാനൊന്നും വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിൽ അറബി ഭാഷ നല്ലോണം അറിയാം. 10 ഇങ്ങനെ പോയാലും 10, 2000, 3000 വാക്ക് അറബി എനിക്കറിയാം. അത് എൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് നമ്മുടെ വിഷയമെന്ന്? വിഷയം അറബി ഭാഷയും ഭാരതീയ സംസ്കാരവും. അതിൻ്റെ അർത്ഥം അറബി ഭാഷയ്ക്ക് മറ്റുള്ള ഭാഷകളുടെ മുകളിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇതുണ്ട് പ്രത്യാഘാതങ്ങൾ, അറബി ഭാഷയുടെ എന്താണ് ഉണ്ടായിരിക്കുന്നതാണ് മുഖ്യമായിട്ട്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് അറബിയാണ്. ശരിക്കും നമുക്കറിയില്ല അത് അറബിയാണെന്ന്, അറബി പണ്ഡിതന്മാർക്ക് അറിയാതെ അറബിയാണെന്ന്. എന്തായാലും ഏറ്റവും അധികം ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അറബിയാണ്. കലം, കിതാബ്, കുർസി, ഇതൊക്കെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം സംസ്കൃത ഭാഷയും അറബി ഭാഷയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഹിന്ദി ഭാഷയായി നമുക്ക് പറയാം. ആ ഹിന്ദിയെ മഹാത്മാഗാന്ധി ഇട്ട പേര് ഹിന്ദുസ്ഥാനി എന്നാണ്. നിർഭാഗ്യവശാൽ അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഹിന്ദുസ്ഥാനി ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹസൻ സാഹിബിൻ്റെ പഴയ നേതാക്കന്മാരായ KM മുൻഷിയും പണ്ഡിറ്റ് രവിശങ്കർ ശുക്ലയും സർദാർ പട്ടേലും അടക്കിയ ആൾക്കാർ പറഞ്ഞു അത് പറ്റൂല, ഇന്ത്യയുടെ രാഷ്ട്രഭാഷ സംസ്കൃതവൽക്കരിക്കപ്പെട്ട ഹിന്ദി ആയിരിക്കണം. അവിടെയാണ് ഈ ഭാഷകളുടെ ഏറ്റുമുട്ടൽ വന്നതും. കഴിഞ്ഞ 19 വർഷമായിട്ട് അറബി മെല്ലെ 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 ഭാഷകളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. പതുക്കെ 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 ആ ഭാഷ കരുതി കൂട്ടിയിട്ട് സർക്കാർ തലങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം, ഇന്നുണ്ടായ ഒരു സംഭവം പറഞ്ഞുതരാം. ഇന്ന് ഫ്ലൈറ്റിൽ വരുമ്പോൾ, ഇതിനു മുമ്പൊക്കെ എന്താ പറഞ്ഞിരുന്നത്? നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഷരാബ് പീന മനാഹേ പാനി യഹാം മിൽ സക്താ ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ളു കൂടി വേണ്ട. അപ്പം നമ്മളിപ്പോൾ വേണ്ടല്ലോ, നമ്മളൊക്കെ മറ്റേ ടീമിലുണ്ട് കള്ളു മദ്യം വേണ്ട എന്ന് പറഞ്ഞ ടീമിൽ. ഇപ്പം അത് മാറ്റിയിട്ട് എന്താ പറയണമെന്നറിയോ? മദ്യപാൻ നിഷിദ്ധ് ഹേ, ജൽപാനി ഉപലബ്ധ് ഹേ. എന്ത് ഭാഷയത്? എന്ത് ഭാഷയാണത്? വടക്കേ ഇന്ത്യയിൽ ലാലു പ്രസാദ് യാദവിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായ സറണിൽ പോയിട്ട് ഈ ഭാഷ ഉപയോഗിച്ച ഒരു കുട്ടിക്ക് പോലും മനസ്സിലാവില്ല ഈ എയർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭാഷ. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കരുതി കൂട്ടി അറബ് പദങ്ങളെ ഹിന്ദുസ്ഥാനി ഭാഷയിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ടുള്ള സംഘടിതമായ ശ്രമം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേന്ദ്രത്തിലെ സർക്കാരുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറൊരു വശമുണ്ട്. എന്താ വശമെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു ആക്ഷൻ പാകിസ്ഥാനിലുണ്ടായി. എന്താണ് പാകിസ്ഥാനിൽ ഉണ്ടായതെന്ന് വെച്ചാൽ, പാകിസ്ഥാനിലെ ഹിന്ദുസ്ഥാനി ഭാഷയിൽ നിന്ന് സംസ്കൃത പദങ്ങൾ മൊത്തം എടുത്തു കളഞ്ഞു.
അപ്പൊ പഴയ കരിബോലിയും സംസ്കൃതവും കൂടെ ചേർന്നുണ്ടായിട്ടുള്ള ഉറുദു എന്ന ഭാഷ, ഹിന്ദുസ്ഥാനി എന്ന ഭാഷ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും പാകിസ്ഥാനിൽ ശുദ്ധ പെർഷ്യനൈസ്ഡ് പെർഷ്യനൈസ്ഡ് ആയിട്ടുള്ള ഭാഷ, അത് അറബിയും പെർഷ്യനും കൂടെ ചേർത്ത, ഞാൻ എല്ലാ കാര്യം പറയുന്നത് ഫാർസിയും അറബിക്കും കൂടെ ചേർത്തുകൊണ്ടാണ്. കാരണം ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ശുദ്ധ അറബിക് ഭാഷ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അങ്ങനെ ഒരു അറബിക് ഭാഷ ഇല്ല, പല സ്ഥലങ്ങളിലും പല അറബി ഭാഷയുള്ളൂ. അപ്പോൾ ആ നിലക്ക് ഇത് ഇനി അതിന്റെ മൂന്നാമത്തെ ഘട്ടം രസകരമാണ്. 1971 ബംഗ്ലാദേശ് ഉണ്ടായപ്പോ ബംഗ്ലാബന്ധു അല്ലെങ്കിൽ ബംഗബന്ധു മുജീബുർ റഹ്മാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അറബിയും പെർഷ്യനും ഞങ്ങളായിട്ടൊരു ബന്ധമില്ല, ഞങ്ങളുടെ ഭാഷയായിട്ടുള്ള ബംഗാളിയുമായിട്ടൊരു ബന്ധമില്ല, അതുകൊണ്ട് ഢാക്ക ഹവായി അഡ്ഡ അല്ല, ഇതിന്റെ പേര് ഢാക്ക വിമാൻ സ്ഥൽ എന്നാക്കി. വിമാൻ സ്ഥൽ ഹവായി അഡ്ഡ എയർപോർട്ട് മാറ്റി ബംഗ്ലാദേശിൽ. അവിടെ മതമല്ല വിഷയം, ഭാഷയാണ് വിഷയം. അതേമാതിരി തന്നെ ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ വീട്ടിന്റെ പേര് എന്താക്കി? മന്ദിർ എന്നാക്കിയവർ, ഭവൻ എന്നാക്കിയവർ, ബംഗഭവൻ എന്നാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ അവിടുത്തെ പ്രധാനമന്ത്രി താമസിക്കുന്ന ബംഗഭവൻ എന്നാക്കി. അപ്പോൾ മെഹഫിൽ വേണ്ട, മഹൽ വേണ്ട, ഇതല്ലേ, അതെല്ലാം മാറി മാറിപ്പോയിക്കൊണ്ട് ഒരു വശത്ത് പാകിസ്ഥാനിൽ ഇങ്ങനെ പാകിസ്ഥാനിൽ അറബി വാക്കുകൾ എടുത്ത് മാറ്റിയപ്പോൾ ഞാൻ ഹസൻ സാഹിബ് ഞാനൊക്കെ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ വിഭജനം പാടില്ല എന്നാണ്, അല്ലേ? നമ്മളുടെ ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ദേശീയ മുസ്ലിങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിനർത്ഥം മറ്റുള്ളവർക്ക് ദേശീയത ഇല്ല എന്നല്ല. പക്ഷെ നമ്മളെ വിശ്വാസം RSSന്റെ വിശ്വാസം ഒന്ന് തന്നെയാണ്, അഖണ്ഡ ഭാരതം. ഇതല്ലേ, നമ്മളതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ, അഖണ്ഡ ഭാരതം. ആ വാക്ക് നമ്മൾ ഉപയോഗിക്കില്ലെങ്കിലും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ബംഗ്ലാദേശിൽ ഇപ്പൊ പേരുകൾ, ബംഗ്ലാദേശിന്റെ പേര് നോക്കിക്കോളൂ. ബംഗ്ലാദേശിൽ പ്ലെയിനിന്റെ പേര് വിമാനം എന്നാ, വിമാൻ, ബംഗ്ലാദേശ് വിമാൻ എന്നാണ് അവർ എയർലൈൻസിന്റെ പേര് തന്നെ, ബംഗ്ലാദേശ് വിമാൻ. അപ്പോ ഇപ്പുറത്തെ ഭാഗത്ത് മറ്റൊരു സംഭവം നടന്നു. 1967 കോൺഗ്രസ് പാർട്ടിയുടെ തെറ്റായ നയങ്ങളുടെ ഫലമായിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ദ്രാവിഡ പാർട്ടികൾ 67 തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരികയും പെരിയാറിന്റെ സിദ്ധാന്ത പ്രകാരം സംസ്കൃതം ഒരു വിദേശ ഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് തമിഴിൽ നിന്ന് സരസ് സംസ്കൃതം എടുത്തു മാറ്റുകയും ചെയ്യും. ഇപ്പോഴത്തെ തമിഴ് നിങ്ങൾ കേട്ടോക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് മുൻപ് ഞാൻ എയർപോർട്ടിൽ, തമിഴ്നാട്ടിൽ എയർപോർട്ടിൽ പോകുമ്പോൾ സുരക്ഷ, നീങ്ക സുരക്ഷ പാത്തിടുങ്ങോന്നാ പറഞ്ഞു, സെക്യൂരിറ്റി. ഇപ്പം അത് മാറ്റിയിട്ട് പാതുക്കാപ്പ്, അതായത് ഒരു ഭാഷയിലും ആക്കണ്ടാവില്ല, പാതുക്കാപ്പ്. അപ്പൊ ഇതാണ് ഭാഷയുടെ പൊളിറ്റിക്സ്. അപ്പൊ നമ്മൾ മാത്രമല്ല ഇതിൽ രക്തസാക്ഷികളായിട്ടുള്ളത്, പലരും രക്തസാക്ഷികളായിട്ടുണ്ട്. ഇവിടെ അറബി ഭാഷ മാത്രമല്ല രക്തസാക്ഷി, ഇവിടെ സംസ്കൃതവും രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ. അപ്പൊ രണ്ട് സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശിൽ സംസ്കൃതം ശക്തമായിട്ട് തിരിച്ചു വന്നു. മുസ്ലിം രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ സംസ്കൃത വാക്കുകളാണ്. ബംഗാളി ഭാഷ എന്ന് പറഞ്ഞാൽ 100% സംസ്കൃതമാണ് അവിടെ. ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ തലസ്ഥാനമായിരുന്ന ഢാക്കയിൽ അന്ന് ആഗാഖാനും കൂട്ടരും ഇവർ ദുരാഷ്ട്രം എന്നുള്ള ആ തിയറി വരുന്നതിന് മുമ്പ് തന്നെ, മനസ്സിലല്ലേ, അന്ന് അറബി വാക്കുകൾ ഒരുപാടുണ്ടായിരുന്നു ബംഗാളി ഭാഷയിൽ. ആ അറബി വാക്കുകളൊക്കെ ഇപ്പോൾ അവരെടുത്തു കളഞ്ഞു. അവർ ശുദ്ധ ബംഗാളി എന്ന് അവർ വിശ്വസിക്കുന്ന സംസ്കൃതമാണ് അവരവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അറബി ഭാഷയുടെ ഒരു എഫക്റ്റ് ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ എല്ലാ ഭാഷകളിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ മുഖ്യമായിട്ട് ഏതൊക്കെ ഭാഷകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ, 1 പഞ്ചാബിയിലുണ്ടായി, 2 ഹിന്ദി ഭാഷയിലുണ്ട്, 3 മലയാള ഭാഷയിലുണ്ടായി, 4 നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ തെലുങ്കാന തമിഴ് സമരം, ഈ തെലുങ്കാന ആന്ധ്ര സമരത്തിന്റെ പിന്നിൽ ഈ ഭാഷയുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. ഞാൻ അവിടെ വെച്ച് തുടങ്ങാം, കാരണം ഇപ്പൊ ആനുകാലികമായിട്ട് കിടക്കുന്ന വിഷയം അതായതുകൊണ്ട്. എന്താണ് ഈ തെലുങ്കാന സമരത്തിന്റെ പ്രശ്നത്തിന്റെ പിന്നിലുള്ളത്? ഞാൻ തെലുങ്കാനയിൽ പഠിച്ചാണ്, രജിസ്ട്രാർ നീട്ടിപ്പനായിരുന്നു, മനസ്സിലല്ലേ? തെലുങ്കാനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തെലുങ്കാനയിലെ സ്കൂളുകളിൽ കിതാബു കലമു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതേസമയം ആന്ധ്രയിലെ സ്കൂളുകൾ പഠിപ്പിക്കുന്നത് പുസ്തകമു എന്നാണ്. അതായത് ആന്ധ്രയിലെ ഭാഷ സംസ്കൃതത്തിൽ അധിഷ്ഠിതവും തെലുങ്കാനയിലെ ഭാഷ ദീർഘകാലമായിട്ടുള്ള നിസാമിന്റെ ഭരണം കാരണം തെലുങ്കാന ഭാഷയിൽ ഒരുപാട് ഉറുദു പദങ്ങൾ ഉണ്ട് എന്നുള്ളതും ആണ് ഒരു വിഷയം. അപ്പോ തെലുങ്കാനക്കാരെ പറ്റിയിട്ട് ആന്ധ്രക്കാർ പറയുന്നത് എന്തായാലേ, ഇവന്മാരൊരു കാടന്മാരാണ്, ഇവന്മാർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭാഷയില്ല, ഇവന്മാർ കടമെടുത്ത വാക്കുകൾ, ലോൺ വേർഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ്, കടമെടുത്ത വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ശൂദ്രന്മാരായിട്ട് കണ്ടിരുന്നു സാംസ്കാരികമായിട്ട്.
അല്ലാതെ എന്തുകൊണ്ടാണ് രണ്ടുപേർക്കും ഒരേ ഭാഷയും ഒരേ ഇതിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് സംസ്കാരങ്ങൾ എന്തുകൊണ്ട് തെറ്റിപ്പിരിയുന്നു? രണ്ട് സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു? പലരും കോൺഗ്രസ് പാർട്ടിയെ കുറ്റമൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ തെലങ്കാന ആൾക്കാർക്ക് തെലങ്കാന വേണം, തെലങ്കാനയിലെ ജനങ്ങൾക്ക് തെലങ്കാന വേണം. അവർക്ക് ഈ വിഷയം തുടങ്ങിയത് ഒരു സാംസ്കാരിക വിഷയമായിട്ടാണ്, ഭാഷയുടെ വിഷയമായിട്ടാണ് തുടങ്ങിയത്. ഞാനൊരു ഉദാഹരണം പറയാം. ആദ്യമായിട്ട് വഹീദ റഹ്മാൻ ഒരു സിനിമയിൽ അഭിനയിച്ചു, ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. ആ സിനിമയുടെ പേര് റോജുലു മറൈ എന്നാണ്. ഇതെന്താ റോജുലു മറൈ? വളരെ സിമ്പിളാണ്. റോസ് എന്നുള്ളത് ഒരു ഫാർസി വേർഡാണ്. നവറോസ് ഫാർസി, റോസ് ദിനം, ദിവസം. റോജുലു മറൈ എന്ന് പറഞ്ഞാൽ മറൈ എന്ന് വെച്ചാൽ മാറിപ്പോയി മലയാളത്തിലുള്ള മാതിരി. അപ്പൊ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ പടത്തിന്റെ ടൈറ്റിൽ. അതുമാതിരി തന്നെ ഷൗക്കാർ ജാനകി അന്ന് ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ പടത്തിന്റെ പേര് ഷൗക്കാർ എന്നാണ്. ആ ഷൗക്കാർ എന്ന് പറഞ്ഞ പടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, എൻ കലമു മീ കോസം എന്ന് പറയുന്നത്. അതായത് എൻ്റെ എഴുത്തുകളെല്ലാം നിനക്ക് വേണ്ടി. കലം എന്നാണ് അതിൽ ഉപയോഗിക്കുന്നത്. എൻ കലം മീ കോസം, നിനക്കാണ് വേണ്ടിയിട്ടാണ് ഈ പടം. വളരെ ഫേമസ് ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അന്നത്തെ ആന്ധ്രാപ്രദേശിൽ തെലങ്കാന എന്ന ഏരിയയിൽ മുഴുവനും അറബി പദങ്ങൾ ഉപയോഗിച്ചിരുന്നത് കാരണം അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ട് ഒരു താണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളൊരു തോന്നൽ ഉടലെടുത്തതിൻ്റെ ഫലമായിട്ട്, എടുത്തതെന്ന് വെച്ചാൽ ഉള്ളതായിരുന്നു പകരം അവർ മുൻപ് ഇത് ഹൈദരാബാദിൻ്റെ ഭാഗമായി നിസാമിൻ്റെ കീഴിലായിരുന്നു. അതേസമയം നമ്മുടെ ഇന്നത്തെ സീമാന്ധ്ര എന്ന് പറയുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ രണ്ട് സംസ്കാരത്തിൽപ്പെട്ടവരായിരുന്നു. ആ രണ്ട് സംസ്കാരത്തിൽപ്പെട്ടവർ തമ്മിൽ ഒന്നിക്കുകയും ദീർഘകാലം മുന്നോട്ട് പോവുകയും ചെയ്തതിന് ശേഷം അവർ തെറ്റിപ്പിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഭാഷയ്ക്ക് എന്തുമാത്രം അവരുടെ മതവും ജാതിയും ഒന്നാണ്, അവരുടെ ജാതികൾ തന്നെ ഒന്നാണ്. റെഡ്ഡികൾ അപ്പുറത്തുമുണ്ട്, റെഡ്ഡികൾ ഇപ്പുറത്തുമുണ്ട്. കമ്മ വിഭാഗത്തിൽപ്പെട്ടവർ അപ്പുറത്തുമുണ്ട്, ഇപ്പുറത്തുമുണ്ട്. ബ്രാഹ്മണൻ അപ്പുറത്തുമുണ്ട്, ഇപ്പുറത്തുണ്ട്. മുസ്ലിം അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. പക്ഷേ അവസാനം സംസ്കാരത്തിൻ്റെ പേരിൽ അവർ തെറ്റിപ്പിരിഞ്ഞു. അടുത്തത് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അറബിയുടെ ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടായിട്ടുള്ള ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചാബി ഭാഷ. അതെങ്ങനെയാണ് പഞ്ചാബി ഭാഷയിൽ വരുന്നത് വെച്ചാൽ സിഖ് മതത്തിലൂടെയാണ് വരുന്നത്. ഇപ്പം നമ്മുടെ പണ്ഡിതന്മാരിവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർക്ക് ഫത്വ നൽകാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പക്ഷെ വേറൊരു വാക്കുണ്ട്, ഹുക്കുനാമ, ഹുക്കുമത്ത്. ഹുക്കുമത്ത് എന്ന് പറഞ്ഞാൽ ഭരണം, ഹുക്കുനാമ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറാണ്. അത് ഹസൻ സാഹിബിനെ അറിയാം. മുമ്പ് ഗ്യാനി സെയിൽ സിംഗിനെ ഹർമന്ദിർ സാഹിബിന്റെ കാലഘട്ടത്തിൽ അങ്ങോട്ട് വിളിപ്പിച്ചു അകാൽ തഖ്തിലോട്ട്. തഖ്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തഖ്ത് എന്ന് പറഞ്ഞാൽ ത്രോൺ. അകാൽ തഖ്ത്, ദ ടൈംലെസ് ത്രോൺ. ത്രോൺ എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ് തഖ്ത്. ആ തഖ്തിലോട്ട് വിളിപ്പിച്ചുകൊണ്ട് ഹുക്കുനാമ ഉറപ്പിടിച്ചു. എന്താണ് ഹുക്കുനാമ? ദ ഓർഡർ. ഷൂസ് പോളിഷ് ചെയ്യാൻ. ഗ്യാനി സെയിൽ സിംഗിനോട് പോയിട്ട് ഷൂസ് പോളിഷ് ചെയ്യാനാണ് പറഞ്ഞത് അവിടുത്തെ പണ്ഡിതന്മാർ. അത് ഗുരു നാനാക്ക്, സിഖ് മതത്തിന്റെ പിതാവായ ഗുരു നാനാക്കിന്റെ ഗുരു ഗ്രന്ഥ് സാഹിബ് നമ്മൾ വായിച്ചാൽ മുസ്ലിം സൂഫി വര്യന്മാരായിട്ടുള്ള ബാബ ഫരീദിന്റെയും കബീർ ദാസിന്റെയും മിയാ മീറിന്റെ എല്ലാം നമുക്ക് അവരുടെ സ്തോത്രങ്ങൾ കേൾക്കാം. പ്രത്യേകിച്ച് ബാബ ഫരീദിന്റെ. ആ ബാബ ഫരീദിന്റെ സ്തോത്രങ്ങളെല്ലാം അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? റബ്ബ്, ഗുരുഗ്രന്ഥ് സാഹിബിൽ. ഷാഹൻ ഷാ, ഗുരുഗ്രന്ഥ് സാഹിബിൽ. സിഖുകൾ തന്നെ ദൈവത്തെ പറ്റി വിളിക്കുന്ന മറ്റൊരു വാക്കാണ് എന്താണ്? സച്ചാ ബാദ്ഷാ, ദ റിയൽ കിങ്, സച്ചാ ബാദ്ഷാ എന്ന് പറഞ്ഞത്. അതായത് മറ്റേ ഡൽഹിയിലിരിക്കുന്ന ജൂട്ടാ ബാദ്ഷയാണ് അക്ബർ, ഇത് സച്ചാ ബാദ്ഷാ. അതാണ് അതിന്റെ ഉദ്ദേശം, സച്ചാ ബാദ്ഷാ എന്ന്. ഗുരുക്കന്മാരുടെ പേര് പഠിച്ചോ. 9ാമത്തെ ഗുരുവിനെ ജഹാംഗീർ വധിച്ചു എന്നാണ് പറയുന്നത്. 9ാമത്തെ ഗുരുവിന്റെ പേര് ഗുരു തേഗ് ബഹദൂർ. ബഹദൂർ എന്ന് പറഞ്ഞാൽ തുർക്കി ഫാർസി പേരാണ്, വാക്കാണത് ബഹദൂർ. ഗുരു തേഗ് ബഹദൂർ. അതിനുശേഷം 10ാമത്തെ ഗുരുവിന് ശേഷം സിഖ് സമൂഹത്തെ നയിച്ച ബന്ദ ബഹദൂർ. ബഹദൂർ എന്നാണ് അവരുടെ വാക്ക്. അപ്പോൾ അവരിയ്ക്കുന്ന ക്ഷേത്രത്തിന്റെ പേരെന്താണ്? സിഖ് ക്ഷേത്രങ്ങളുടെ പേരെന്താണ്? ഹർമന്ദിർ സാഹിബ്. നമ്മൾ സാഹിബ്, ഹസൻ സാഹിബ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കും. എം ഹസൻ സാഹിബ് വിളിക്കും നമ്മൾ. കാരണം അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്. അതേ സാഹിബ് തന്നെയാണ് ഹർമന്ദിർ സാഹിബ്. ബംഗ്ലാ സാഹിബ്, ഡൽഹിയിൽ അറിയാലോ ബംഗ്ലാ സാഹിബ്. ഗുരു നാനക് ജനിച്ച സ്ഥലം പാകിസ്ഥാനിലാണ്, നൻഖാന സാഹിബ്. അപ്പോൾ സാഹിബ് എന്നാണ് അവിടെ അറബി വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്, സാഹിബ് എന്ന്. അവരുടെ ക്ഷേത്രങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന പേരതാണ്. അവരുടെ വേദപുസ്തകത്തിന്റെ പേരെന്താണ്? നിങ്ങൾക്ക് വിളിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഖുറാൻ എന്നൊന്നും പറഞ്ഞാൽ അവരൊന്നും അവർ സിമ്പിളായിട്ട് വിളിക്കില്ല. ഗുരു ഗ്രന്ഥ് സാഹിബ്.
കാരണം എല്ലാ സാഹിബ്മാർക്കും ശേഷം പിന്നെ ബുക്ക് മാത്രം ബാക്കി. നമ്മൾ പറയല്ലോ ഖുറാൻ, ഇനി അങ്ങോട്ട് ആരും വരാനുള്ള ഖുറാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുരു ഗോവിന്ദ് സിംഗിന് ശേഷം ഗുരു ഗ്രന്ഥ് സാഹിബ് മാത്രം സാഹിബ്. അപ്പോൾ അവിടെ അതാണ് അവരുടെ സിഖ് മതത്തിൽ ഒട്ടുമുക്കാൽ വാക്കുകൾ. ഇനി അവർ സിഖ് മതത്തിൽപ്പെട്ടാണെന്ന് പറയും. ഇപ്പം എൻ്റെ ഭാര്യയുടെ പേര് ഇപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു, മൂപ്പർ വളരെ വിപുലമായിട്ട് തന്നെ വിവരിച്ച് ഞാൻ ആ വെട്ടെടുക്കുക. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് ഷമീല എന്നാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ബീബി ഷമീല അങ്ങനെയല്ലേ പറയാം, ബീബി ഷമീല എന്നല്ല, അതൊന്ന് ബീവി എന്ന് ചേർക്കാൻ നമ്മൾ അല്ലേ പണ്ട്. ആദ്യമായിട്ട് ഈ സിഖ് ക്ഷേത്രങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് ഒരു സ്ത്രീയെ നിയമിച്ചു അവർ. അവിടുത്തെ അതിൻ്റെ ചീഫ് ഹെഡായിട്ട്, ചീഫ് പ്രീസ്റ്റായിട്ട്, ഹെഡായിട്ട്. ഇപ്പോൾ നമ്മുടെ ഗുരുചരൺ സിംഗ് തോറയുടെ മാതിരി. അവരുടെ പേരെന്തായിരുന്നു? ബീബി ജാഗീർ കൗർ. ബീബി ജാഗീർ കൗർ. അവരവരെ ഭാര്യമാരെ ബീവി എന്ന് വിളിക്കുന്നു, അവരവരെ ഭാര്യമാരെ ബീവി എന്ന് വിളിക്കുന്നു. അപ്പൊ അനവധി ഞാൻ പറഞ്ഞു വരുന്നത്, സിഖ് മതത്തിൽ പഞ്ചാബിൽ ഭാഷ നമ്മൾ പഠിക്കണേ. സിഖ് സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോളൂ. അവർ നമ്മളുടെ സ്ത്രീകളുടെ മാതിരി തന്നെയാണ് വേഷം ഇടുന്നത്. കാരണം നമുക്ക് തെറ്റായ ധാരണയുണ്ട്, സാരി നമ്മുടെ വേഷമാണ്, അല്ലെങ്കിൽ പർദ്ദ നമ്മുടെ വേഷമാണ്. അതൊന്നല്ല നമ്മുടെ വേഷം. ഇന്ത്യയിൽ ഇന്നലെ അമിത്ഷാ പറഞ്ഞല്ലോ, മുസ്ലിമുകളുടെ ഏറ്റവും വലിയ വേഷം ഇന്ത്യക്ക് നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന സൽവാർ കുർത്ത, എന്താണ് അതില്ലേ കുർത്ത പൈജാമ, അത് മുസ്ലിം സംഭാവനയാണ്. അപ്പൊ അയാൾ മുസ്ലിം സ്നേഹി ആയതുകൊണ്ടാണല്ലോ അയാൾ ഇതിടുന്നതെന്ന്. മനസ്സിലായില്ലേ? മുസ്ലിം സ്നേഹി ആയതുകൊണ്ടാണ് ഇതിടുന്നതെന്ന് അമിത്ഷാ. നമുക്കറിയാലോ എമ്മാരി സ്നേഹമാണെന്നുള്ളത്. ഇടയ്ക്ക് ഞാൻ ഞങ്ങളുടെ ഭാഷയിലും കൂടെ സംസാരിക്കും, മലബാർ ഭാഷയിൽ. അപ്പൊ ഈ വടക്കേ ഇന്ത്യയിലെ കോമൺ ഡ്രസ്സ് നൽകിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് നൽകിയിട്ടുള്ളത്, സൽവാർ കമ്മീസ് അടക്കമുള്ള. അപ്പോൾ ഗുരു ഗ്രന്ഥ് സാഹിബ് തൊട്ടിട്ട് ബന്ദാ ബഹദൂർ തൊട്ടിട്ട് ഡ്രസ്സ് വരെ, മറ്റേ ക്ഷേത്രങ്ങളുടെ പേര് വരെ അറബിയിലാണ് സിഖ് മതത്തിൽ. അവരെ സ്തോത്രങ്ങൾ അറബിയിലാണ്, പല വാക്കുകളും അവർ അറബിയിലാണ്. അത്ര കൂടുതൽ എനിക്കറിഞ്ഞൂടാ, കാരണം എനിക്ക് അറബിയെ പറ്റി അറിയില്ല. നിങ്ങളെടുത്ത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാട്ടും മനസ്സിലാവും ഇതിലേതൊക്കെ വാക്കുകൾ അറബിയിലാണ്. അപ്പോൾ ഒരു മതത്തെ, ഒരു പ്രദേശത്തെ, അത് മാത്രമല്ല സോഡാം ഓഫ് ദ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയപ്പെടുന്ന സിഖ് മതത്തെ, മനസ്സിലായില്ലേ, ഇല്ല എല്ലാ കാര്യങ്ങളും, കാര്യപ്പെട്ട വാക്കുകളെല്ലാം അറബി ഭാഷയിൽ നിന്ന് കടമെടുത്തു, അറബി ഭാഷയിൽ നിന്ന് കടം. അപ്പോൾ അതാണ് പഞ്ചാബുമായിട്ടുള്ള ബന്ധം. ഇനി നമ്മൾ വരാൻ പോകുന്നത് എവിടെയാണ്? കേരളത്തിലോട്ട്. അത് ഞാൻ സംസാരിക്കില്ല, കാരണം വലിയ പണ്ഡിതന്മാരോട് ഇരിക്കുമ്പോൾ ഞാനത് സംസാരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നോക്ക ജാതികൾക്ക്, ഞാനിതെല്ലാം സാമൂഹികവും സാമുദായികമായിട്ട് കാണുന്നതാണ്, പിന്നോക്ക ജാതികൾക്ക് എഴുത്തും വായനയും സംസ്കൃതത്തിലൂടെ നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവരേത് ഭാഷയാണ് കേരളത്തിൽ ഉപയോഗിച്ചത്? സംസ്കൃതമല്ലാതെ എഴുതാൻ അവരുപയോഗിച്ച ഭാഷയാണ് അറബി മലയാളം. അപ്പൊ ആ ഭാഷ സമത്വത്തിന്റെ ഭാഷയാണിവിടെ. ആ ഭാഷ ഇവിടെ സാമുദായിക ഐക്യത്തിന്റെ ഭാഷയാണ്. ആ ഭാഷ ഇവിടെ പിന്നോക്ക സമുദായങ്ങളുടെ സാമുദായികമായിട്ടുള്ള ഉയർച്ചയുടെ ഒരു ജഹുവ കൂടെയാണ് ആ ഭാഷ. എന്നോടൊരാൾ പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ബ്രാഹ്മണരാണ്. ഞാൻ ചോദിച്ചാൽ എന്താന്ന്? ഞങ്ങൾ ബ്രാഹ്മണരായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അന്ന് ആരെ എഴുത്തുവായന ആർക്കും അറിയില്ല. ആ കാലത്ത് അറിയില്ലല്ലോ. ഒരു 500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആർക്കും എഴുത്തുവായന അറിയാം? അന്ന് അറിഞ്ഞിരുന്ന ആൾക്കാരാണ് ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ അന്ന് നിങ്ങൾ ഖുറാൻ വായിച്ചിരുന്നല്ലോ, നിങ്ങൾ ഖുറാൻ കാണാപ്പടമാക്കിയിരുന്നല്ലോ, മനസ്സിലല്ലേ? നമ്മുടെ ഇമാമിന്റെ മാതിരിയുള്ള 10-100 ഇമാമന്മാർ അക്കാലത്തുണ്ടായി കാണുമല്ലോ, പല സ്ഥലത്തും, ഇന്ത്യയിൽ മുഴുവനും. അപ്പൊ എങ്ങനെ നിങ്ങൾ പണ്ഡിതരാവാതിരിക്കും? പക്ഷെ കൂട്ടത്തിൽ മൂപ്പർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സംവരണം വേണ്ടാന്ന്. കൂട്ടത്തിൽ അതുകൊണ്ട് നിങ്ങൾ സംവരണത്തിന് അർഹരല്ല എന്ന്. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ അറബി മലയാളത്തെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കിവിടെ ആ കഥകൾ നമ്മൾ പറയണ്ട, മോയിൻകുട്ടി വൈദ്യരുടെ കഥയും അതൊന്നും നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ തമിഴ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, അപ്പോൾ ദ്രാവിഡ ഭാഷ അതിൻ്റെതായിട്ടുള്ള ഗ്രാമർ, ഹിന്ദി ഭാഷ അതിൻ്റെതായിട്ടുള്ള ഗ്രാമർ, സംസ്കൃതം അതിൻ്റെ ഗ്രാമർ. പിന്നെ ഏത് ഭാഷകളുള്ളത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന മതങ്ങളിൽ ഏത് മതത്തിനാണ് ഡയറക്റ്റ് ഭാഷ ഉള്ളതെന്ന് ചിന്തിച്ചു നോക്കുക. ക്രൈസ്തവ മതത്തിന്റെ മതം, അല്ലെ ഈസാ നബിയുടെ മതം എന്ന് ഭാഷ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഭാഷയുണ്ടോ? ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. കാരണം ഈസാ നബി പ്രാർത്ഥിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ അറമൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള, അറബിക്കല്ല, അറമൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഷയാണ്. അതൊരു പ്രോട്ടോസെമിറ്റിക് ഭാഷയാണ്. ഇനി അതിന് പകരം ക്രൈസ്തവ സഭ ഏറ്റെടുത്ത ലത്തീൻ ഭാഷ, അതിന്ന് ജീവിച്ചിരിക്കുന്ന ഭാഷയല്ല, അത് മരിച്ചു കഴിഞ്ഞു.
ബുദ്ധിസ്റ്റ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പാലി ഭാഷ അത് മരിച്ചു കഴിഞ്ഞു. ഹിന്ദു പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള സംസ്കൃതം ആരും ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കുന്നില്ല, പക്ഷെ അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. സംസ്കൃത സർവകലാശാല ഇവിടെ ഉണ്ടായല്ലോ, വളരെ സന്തോഷം. നമുക്കാർക്കും ഒരു എതിർപ്പുണ്ടായില്ല. അതേമാതിരി തന്നെ ആർക്കും ഒരു എതിർപ്പും വരാൻ പാടില്ല. ഇവിടെ അറബി സർവകലാശാല ഉണ്ടായാലും ആർക്കും ഒരു എതിർപ്പ് വരാൻ പാടില്ല. കാരണം ഇത് മതമായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ തന്നെ പല പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അറബി എന്ന് പറയുമ്പോൾ മുസ്ലിം ഭാഷയാണ്, തെറ്റാണ്. ലെബനനിൽ 50% ക്രിസ്ത്യാനികൾ അവർ അറബിയിൽ ഉപയോഗിക്കുന്നു. ഈജിപ്തിലെ 14% കോപ്റ്റിക് ക്രിസ്ത്യൻസ് അവർ അറബിയിൽ ഉപയോഗിക്കുന്നു. അവിടുത്തെ ജൂതമതത്തിൽപ്പെട്ടവർ പലരും ഇപ്പോൾ പലസ്തീനിലോട്ട് പോയെങ്കിലും അവരും അറബി ഉപയോഗിച്ചിരുന്നു. അറബി ആ പ്രദേശത്തിന്റെ ഭാഷ മാത്രമാണ്. ഈ മഗ്‌രിബിൽ ഒരുപാട് ആൾക്കാരുണ്ട് അറബി നല്ല സംസാരിക്കും, പക്ഷേ നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ല. അവർ വേറെ എന്തൊക്കെ ജാതി മതങ്ങളിൽ ഈ നമ്മുടെ വേദപുസ്തകങ്ങൾ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അറബി ഭാഷ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അത് മുസ്ലിമുകളുടെ ഭാഷയാണ്, അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന ചിന്താഗതി തെറ്റാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയായിട്ട് ഞാൻ കാണുള്ളൂ. ഭാഷകൾ ഇവിടെ ജീവിക്കണം. ഇവിടെ സംസ്കൃതം ജീവിച്ചു പോകണം, ഇവിടെ പാലി ജീവിച്ചു പോകണം, ഇവിടെ ലത്തീൻ ഭാഷ ജീവിച്ചു പോകണം, ഇവിടെ അറബിക് ഭാഷ ജീവിച്ചു പോകണം. അത് ചരിത്ര ആവശ്യമാണ്, അത് ഹിസ്റ്റോറിക്കൽ നെസസിറ്റിയാണ്. പക്ഷേ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നുള്ള മതങ്ങളിൽ ആ മതം എഴുതപ്പെട്ടിട്ടുള്ള ഭാഷ നിലനിൽക്കുന്നതും ജനങ്ങൾ സംസാരിക്കുന്നതുമായിട്ടുള്ള ഏക ഭാഷ അറബിക്. ബാക്കി ഒരു ഭാഷയും ആ ജനങ്ങൾ സംസാരിക്കുന്ന ആ ഭാഷ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ തന്നെ പല വ്യക്തികൾക്കും പല സംഘടനകൾക്കും ഒക്കെ എതിർപ്പുണ്ട് അറബി സർവകലാശാല വരുന്നതിനോട്. അതിൽ കുറച്ച് എന്താ ഞാൻ പറയണ്ടത്, അതിലൊരു ചെറിയ വർഗീയ ഔട്ട്ലുക്ക് ഉണ്ട്. അത് വർഗീയമായിട്ടുള്ള ഔട്ട്ലുക്കിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ ധാരണകൾ കാരണം. അങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ 26% മുസ്ലിമുകൾക്ക് താല്പര്യമുള്ള ഒരു ഭാഷ എന്ന് കൂട്ടിക്കും. അപ്പോൾ എത്ര ശതമാനം ഇവിടുത്തെ ഹൈന്ദവർക്ക് താല്പര്യമുണ്ട് സംസ്കൃതത്തിൽ? 1% ഇവിടുത്തെ പിന്നോക്ക ജാതികളുടെ ഭാഷയാണോ സംസ്കൃതം? അല്ലല്ലോ. സത്യത്തിൽ ഇവിടെ പിന്നോക്ക ജാതികളെ അടിച്ചമർത്തിയ ഭാഷയല്ലേ സംസ്കൃതം. അപ്പൊ ആ സംസ്കൃതത്തെ നമ്മൾ തോളിലേറ്റാൻ തയ്യാറാണ്. കാരണം അത് വളരെ നല്ല ഭാഷയാണ്. ഭാഷയെപ്പറ്റി നമുക്ക് എതിർപ്പൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും അധികം സംസ്കൃത പദങ്ങളുള്ള ഹിന്ദി വിട്ടേക്ക്, അല്ലാത്ത ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് മലയാളമാണ്. ഇവിടെ മലയാളത്തിന് ഹെറിറ്റേജ് ലാംഗ്വേജ് കിട്ടി, ഭാഷ കിട്ടി, ശ്രേഷ്ഠ ഭാഷ കിട്ടി. ആ വാക്ക് തന്നെ ശരിയല്ല. കാരണം ശ്രേഷ്ഠവും ഭാഷയും രണ്ടും മലയാളമല്ല, രണ്ടും സംസ്കൃതമല്ലേ. അപ്പൊ ആ ഭാഷക്ക് കിട്ടി. ഒരു 100 കോടി നമുക്ക് കിട്ടിയ സന്തോഷം, നമുക്ക് വിഴുങ്ങാം, അത് കുഴപ്പമില്ല. പക്ഷേ വെറും 600 കൊല്ലങ്ങൾക്ക് മാത്രം പഴക്കമുള്ള ഒരു ഭാഷക്ക് ശ്രേഷ്ഠ പദവി കൊടുക്കാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടൊക്കെ വലിയ പാരമ്പര്യമുള്ള സംസ്കൃതവും അറബിയൊക്കെ കൂടെ ഉണ്ട്. അവർക്ക് തുല്യമായിട്ടുള്ള ഇത് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൻ്റെ കച്ചവട സാധ്യതകളിലോട്ട് പോകുന്നില്ല. എംപ്ലോയ്മെന്റിലോട്ട് ഹസൻ സാഹിബ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം NRI മിനിസ്റ്റർ, അദ്ദേഹത്തിന് എന്നെക്കാളും കൂടുതൽ ആ കാര്യങ്ങളെ പറ്റി അറിയാം. ഞാൻ അതിൻ്റെ പശ്ചാത്തലങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു ചോദ്യം പറയണ്ട. അപ്പോൾ എന്താണ്, പിന്നെ എന്തൊക്കെ മേഖലകളുണ്ട് സംസ്കൃതം? ഇന്ത്യയിലെ കവിത, പുസ്തകരചന, ഇന്ത്യയിലെ സംഗീതം, ഇന്ത്യയിലെ സിനിമ, ഇതെല്ലാം ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ അറബി നിറയെയുള്ള ഭാഷയിലാണ് ഉണ്ടാക്കി അല്ല. അതിനെപ്പറ്റി എന്താ അംശമുള്ളത്? ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ പിതാവായിട്ടുള്ള അമീർ ഖുസ്രോ എവിടുത്തെ കാരണം? ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ പിതാവ് അമീർ ഖുസ്രോ ആണ്. ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്ന അറബ് പെർഷ്യൻ മ്യൂസിക്കാണ് യഥാർത്ഥത്തിൽ. അതാണ് പിന്നെ നവീകരിച്ച് ഇന്നത്തെ രൂപത്തിലെത്തി നിൽക്കുന്നത്. ഇന്നത്തെ എല്ലാ ഘരാനകളും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ആരാണ് അതിന്റെ പണ്ഡിതന്മാർ? ബിസ്മില്ലാ ഖാൻ ആയാലും ഷാക്കിർ ഹുസൈൻ ആയാലും, അവർ മലപ്പുറത്തുകാരല്ലല്ലോ. ഷക്കീർ ഹുസൈൻ, ഹസൻ സാഹിബ് പറഞ്ഞ മാതിരി അവരൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണല്ലോ. മലപ്പുറത്തിനെ പറ്റി ഒരു വാക്കുകൂടെ പറയാം. ഞാൻ ഹസൻ സാഹിബിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഈ യൂണിവേഴ്സിറ്റി മലപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇഫ്ലു അവിടെ ഓൾറെഡി ഉണ്ട്, മലയാളം യൂണിവേഴ്സിറ്റി ഉണ്ട്, സംസ്കൃതം യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ മറ്റുള്ള സ്ഥലത്തും മുസ്ലിമുകൾ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എവിടെയായാലും അവരുണ്ട്. ഇവിടെയും മഹാപണ്ഡിതന്മാരുണ്ട്. നമ്മുടെ ഇമാം ഇവിടെ ഇരിക്കുന്നുണ്ട് മനസ്സിലായി. എൻ്റെ കുടുംബ കാരണവരായിട്ടുള്ള കടക്കൽ അസ്മോലുണ്ടാവും. അതുകൊണ്ട് പൊന്നാണിക്ക് താഴത്തും മുസ്ലിമുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൊടുങ്ങല്ലൂരാണ് ഇസ്ലാമിന്റെ ഉത്ഭവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിയല്ലേ? പിന്നെ വന്ന പള്ളി കൊല്ലത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കാസർഗോഡും പള്ളി വന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തെക്കാണ് വരേണ്ടത് എന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല.
പിന്നെ നമ്മൾ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഖയാൽ. ഇപ്പോൾ മീഡിയ വൺ ചാനലിലൂടെ ഈ ഖയാൽ ഭയങ്കരമായിട്ട് ഇതായിരിക്കും, എന്തായാലും അറിയാലോ, ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഖയാൽ, എന്താണ് ആ ഭാഷ? ചിലപ്പോൾ ഇമാം അങ്ങനെ കേട്ടിട്ടില്ല, ഇമാം നഷ്ടപ്പെടും. കാരണം ഭാഷ നമുക്ക് ശ്രവിക്കുക, ആ പെണ്ണിനെ നമ്മൾ നോക്കണ്ട. ആ ഭാഷ ഭയങ്കരമായിട്ടുള്ള ഭാഷയാണ് ആ പാട്ടിൽ. എന്ത് ഖയാൽ, എന്തായാലും അത് അമീർ ഖുസ്രോയിൽ നിന്നാണ് ഖയാൽ വരുന്നത്, അല്ലേ? ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതത്തിന്റെ പിന്നിൽ ബ്രാഹ്മണരാണ്, തെക്ക് ബ്രാഹ്മണരാണ്, ത്യാഗരാജയും ശ്യാമാശാസ്ത്രിയൊക്കെ. മുകളിൽ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറഞ്ഞാൽ അമീർ ഖുസ്രോയിൽ നിന്ന്, മിയ ടാൻസണിൽ നിന്ന്, അവസാനം ജാക്കിർ ഹുസൈൻ വരെ, ചിലപ്പോൾ AR റഹ്മാൻ വരെ ഹിന്ദുസ്ഥാനി സംഗീതം നൽകിയത് ഇസ്ലാമിൻ്റെ മുസ്ലിമുകളുടെ ഒരു സംഭാവന. അതേമാതിരി തന്നെ ഇനി ആര് വിചാരിച്ചാലും ഈ ഭാഷ നശിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നശിക്കൂല. കാരണം നമക് ഹറാം അമിതാഭ് ബച്ചൻ, രാജേഷ് ഖന്ന, നമക് ഹലാൽ അമിതാഭ് ബച്ചൻ, പർവീൻ ബാബി. ഈ സിനിമകളൊക്കെ ഖയാമത്ത് സേ ഖയാമത്ത് തക്, അമീർ ഖാൻ. എന്ത് ഖയാമത്താണ്? മറ്റേ ഖയാമത്ത് തന്നെ, നമ്മൾ പറഞ്ഞ ഖയാമെന്നാൾ തന്നെ, മനസ്സിലല്ലേ? അതേ ഇസ്രായേലൊക്കെ തന്നെ വരാൻ പോണം, സിനിമയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇൻസാൻ और ആദ്മി और ഇൻസാൻ, ഇൻസാനിയത്ത്, അള്ളാടെ പേരൊഴികെ ബാക്കി എല്ലാ പേരും, മെഹർവാൻ, കേട്ടില്ലേ? നമ്മൾ എത്രയോ സിനിമകളുടെ പേര്, ടൈറ്റിലുകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ കുറേ അറബി പഠിച്ചത് അങ്ങനെയാണ്. എടാ പെട്ടെന്നൊരു സിനിമ റിലീസ്, ഇത് എവിടെയോ കേട്ട്, ഓ ഇത് സൂറത്തുൽ നിസയിൽ കേട്ടിരിക്കുന്നു ഇതിനെ പറ്റിയിട്ട്. കാരണം തെര ഹുസ്ന് അള്ളാ അള്ളാ, ഇതേ ഹുസ്ന് എന്ന് പറഞ്ഞ അതെ, അതായത് ഒട്ടുമുക്കാൽ സിനിമയുടെയും ടൈറ്റിൽ ഹിന്ദിയിൽ നിന്നാണ്. തക്ദീർ, തസ്വീർ പോകുന്നു. അതുകൊണ്ട് ഹിന്ദി സിനിമ ഉള്ളിടത്തോളം, അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന മഹാപണ്ഡിതന്മാരോട് എന്താണെന്ന് വെച്ചാൽ, സിനിമക്കെതിരായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ വാളവും കണ്ട ഏണച്ചങ്ങൾ മലയാള സിനിമയിലെ ന്യൂ ജനറേഷനെതിരായിട്ട് ഒങ്ങിക്കോ, കുഴപ്പമില്ല. നമുക്കിവിടെ നമ്മുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ആധുനികമായ ഒരു മീഡിയ എന്നുള്ളക്ക് TV കയാലും നല്ല നല്ല സിനിമകളും ആവശ്യമാണ്. കാരണം ആ ഭാഷ അങ്ങനെയാണ് നിലനിർത്തുന്നത്. ഭാഷ നിന്ന് പോകുന്നത് പാണ്ഡിത്യം കാരണമാണ്. ഞാനൊരു ചെറിയൊരു പാട്ടുകാരനായതുകൊണ്ട് ഞാൻ 2 വരി പാടാം. അതിൽ എത്ര അറബി ഫാർസി വാക്കുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുക. പ്യാസ എന്നൊരു പടം എടുത്തു, ഗുരുദത്താണ് അതെടുക്കുന്നത്. അതിന് സംഗീതം നൽകിയത് സച്ചിൻ ദേവ് ബർമൻ എന്ന ത്രിപുര രാജകുമാര കുടുംബത്തിൽപ്പെട്ട രാജകുമാരനാണ്. അത് പാടിയത് മുഹമ്മദ് റഫിയാണ്. അതിലെ വാക്കുകൾ ശ്രദ്ധിക്കുക. യെ തഖ്തോं യെ താജോं യെ महलों की दुनिया ये इंसान की दुश्मन समाजों की दुनिया ये दौलत के भूखे रिवाजों की दुनिया ये दुनिया अगर मिल भी जाए तो क्या है ये दुनिया अगर मिल भी जाए तो क्या है. അതിൽ 7 അറബി വാക്കുണ്ട്. താജ്, പണ്ഡിതന്മാർ സമ്മതിക്കും അത്. താജ്, തഖ്ത്, മെഹൽ, ഇൻസാൻ, തൊട്ടിട്ട് 7 8 അറബി വാക്കുകൾ ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് സ്റ്റാൻസിൽ. പിന്നെ അതിനുശേഷം മോത്തിനെ പറ്റിയിട്ടും ജിസമിനെ പറ്റിയിട്ടും ഒക്കെ പലതും പാടുന്നു കവി. അത്രയധികം അറബി വാക്കുകൾ ഒരു പാട്ടിൽ, അതും പ്യാസ എന്നൊരു സിനിമയിലെ ഒരു പാട്ടിലെ 4 വരിയിലുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സിനിമക്കെതിരായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ. നിങ്ങളെ കൂടപ്പുറപ്പാണല്ലോ ഷക്കീലയുടെ സിനിമ നിങ്ങൾ വിലക്കേൽപ്പിച്ചോ. നമ്മളിപ്പോൾ മദ്യത്തിനെതിരായിട്ട് പോരാടുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ബാറിലെ മദ്യം വേണ്ടില്ല, ബിവറേജസ് കോർപ്പറേഷനിലായിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു, ബാറിലെ മദ്യം കഴിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനിലെ ക്യൂവിൽ നിന്ന് നാണം കെട്ട് വാടിച്ച വാങ്ങിച്ച് 2 അടിച്ചോട്ടേ. ഏതായാലും ഫസൽ ഗഫൂർ ക്യൂവിൽ പോയി നിൽക്കൂലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോകുന്നല്ല. എന്നാലും അപ്പോൾ അതേമാതിരി ഇതിലും നമുക്കൊരു ഇത് വേണം. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പം മൊത്തം സിനിമ ഹറാമാണെന്ന് പറയണത് ശരിയല്ല. നല്ല സിനിമകൾ, ഇറാനിൽ സിനിമയില്ല, ഈജിപ്തിൽ സിനിമയില്ല, അവിടെയൊക്കെ സിനിമയുണ്ട്. അവിടെ ആ സിനിമ ഒരു കലാരൂപമായി മാറി, ഒരു സാംസ്കാരിക രൂപമായി മാറിയിരിക്കും സിനിമ.
അപ്പോൾ ആ സിനിമ നമ്മൾ എടുത്തേ പറ്റൂ, അതുണ്ടായിക്കോട്ടെ, നല്ല സിനിമകൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ കവിതകൾ, ഈ ഷേർ ഷായരി, എങ്ങനെയാണ് ഈ ഉറുദു കവിതകൾ എല്ലാ ക്യാമ്പസുകളിലും ചെല്ലുന്നത്? വടക്കേ ഇന്ത്യയിൽ ക്യാമ്പസുകളിൽ ഇത് പ്രസിദ്ധമാവുന്നതിന് കാരണം ഷേർ ഷായരിയാണ്. അവിടെ അതൊരു സംഭവമാണ്, അല്ലേ? കവി അരങ്ങുമാരി മഹാപണ്ഡിതന്മാരായിട്ടുള്ള ഈ രംഗത്ത് ഇക്ബാലിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഗാലിബിൻ്റെയോ അല്ലെങ്കിൽ ഫെയ്സിൻ്റെയോ കവിതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൈമാറ്റം ചെയ്യുമ്പോൾ പല ഐഡിയകളും, പുത്തൻ ഐഡിയകളും അവർ കൈമാറുന്നു. അപ്പോൾ ആ ഷേർ ഷായരി ആരാണ് കൊണ്ടുവന്നത്? മുസ്ലിങ്ങളാണ്. അതേമാതിരി തന്നെ നിങ്ങളിൽ പലർക്കും ദഹിക്കാത്തൊരു സംഭവമുണ്ട്. എന്താണത്? കവാലി. ചിലർ പറയുന്നത് അത് ശരിയല്ല, അജ്മീറിലെ കവാലി, മറ്റേ എന്താ പറയുക, ഹാജി അലിയിലെ കവാലി, നിസാമുദ്ദീൻ ഔലിയുടെ ഖബറിലെ ഡൽഹിയിലെ കവാലി. ഞാൻ പറയട്ടെ, ഞാൻ നല്ല സുഖമായിട്ട് ഇവിടെയൊക്കെ പോകും. ഞാൻ ഈ കവാലിയിലൊക്കെ പങ്കുള്ളൂ. ഞാൻ അതിൽപ്പെട്ട ആളല്ല, എന്നാലും ഞാൻ കവാലിയിലൊക്കെ ഞാൻ പങ്കുള്ളൂ. എന്തപ്പോൾ ഈ കവാലി? അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന പാട്ടുകളാണ്, മാപ്പിള പാട്ടുകളുള്ളതാണ്. ഇതിൽ ഖുറാഫത്തുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം. നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കവാലി മറ്റുള്ള സമുദായങ്ങളിലോട്ടൊക്കെ പകർന്നു ചെല്ലുന്നത് കാരണം അവരും അതിലാകൃഷ്ടരായിട്ട് ഈ രൂപം, ഈ കവാലി എന്നുള്ള രൂപം ഇപ്പം തന്നെ വലിയൊരു ഹിറ്റല്ലേ AR റഹ്മാൻ്റെ ഹാജി അലി, പിയ ഹാജി അലി, ഇതല്ലേ? അല്ലെങ്കിൽ മറ്റേ പാട്ട് നമ്മുടെ എന്താണ്, ജോധ അക്ബറിലെ പാട്ട്, ഇതല്ലേ? അല്ല, ജോധ അക്ബറിലല്ല, മറ്റേ ഇയാൾ പാടുന്ന പാട്ട്, സൂഫികൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ. ആ പാട്ടൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുള്ള ഹിറ്റായത്. അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തണം. പിന്നെ നമ്മൾ പുറകോട്ട് പോയിട്ട് അന്വേഷിക്കാൻ പോകണ്ട, ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നിരുന്ന അക്കാലത്ത്, ആ ചെയ്തുകൊണ്ടിരുന്നത് ഖുറാഫത്താണോ, ഇയാൾ കബൂരിയാണോ, അല്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ നിൽക്കില്ല. ഞാൻ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പെട്ട ആളാണ്, ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കും. ഇതേ പക്ഷെ ഞങ്ങൾ അതിനൊന്നും എതിരായിട്ട് കാണുന്നില്ല. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ ഈ മറ്റുള്ള സമുദായങ്ങളടക്കമുള്ള ആൾക്കാരുടെ ഇടയിലോട്ട് നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരമൊക്കെ നല്ല രീതിയിൽ അത് അലിഞ്ഞ് ചേരണം. അതേസമയം നമ്മൾ ഇങ്ങോട്ടൊന്നും എടുക്കുന്നില്ലല്ലോ. പിന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് അവിടെ നിന്ന് പോയിട്ട് ഇതേലെ സായിബാബ കീർത്തനങ്ങൾ, മുഹമ്മദ് റഫിയുടെ പ്രസിദ്ധമായ പാട്ടുണ്ട് സായി നാക്ക് തേരെ എന്ന് പറഞ്ഞിട്ട്, അതൊന്നും നമ്മളാരും പാടുന്നില്ല. ഷിർദി വാലെ സായിബാബ, അമർക്കർ അക്ബർ ആൻ്റണിയിലെ ഷിർദി വാലെ സായിബാബ, അതൊന്നും നമ്മൾ പാടുന്നില്ലല്ലോ. കവാലി ദൈവത്തെ പ്രകീർത്തിക്കുന്ന മാപ്പിളപ്പാട്ടുമാതിരി തന്നെ ഉള്ളത്. അത് ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല. മതപരമായ വിഷയത്തിനുള്ളത് ഞാൻ കൈയടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സാംസ്കാരികമായിട്ട് ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നിലനിന്ന് പോകണം. ഇത് നിലനിന്ന് പോയാൽ മാത്രമേ ഒരു കാലത്ത് നമ്മൾ സംസ്കാര ശൂന്യരാണ് എന്ന് പറയാനുള്ള സാഹചര്യം ഇല്ലാതാവുള്ളൂ. അല്ലെങ്കിൽ അവസാനം ഒരു ചോദ്യം വരും, എന്തെന്ന്, നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന്. അപ്പോൾ നമ്മൾ പറയും സൗദി രാജാവിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരമാണ്, കുവൈറ്റിൽ അമീറിൻ്റെ സംസ്കാരം നമ്മുടെ സംസ്കാരം എന്ന് പറയാൻ പറ്റും. നമുക്കൊരു സംസ്കാരം ഉണ്ടാവണ്ടേ? അപ്പോൾ ആ നിലക്ക് ആണ് ഞാൻ ഇതും കൂടെ ഇതിൽ വരുന്ന ഈ ജനസിൽ വരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇതിലെ സാഹിത്യം. ഞാൻ നേരത്തെ സാഹിത്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സംഗീതം, അതേമാതിരിയുള്ള പല രംഗങ്ങളിലും നമ്മുടെ സമുദായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക സംഭാവനകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ സംഭാവനകൾ നൽകിയതിലെല്ലാം മുഖ്യമായിട്ടുണ്ടായിട്ടുള്ളത് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷ എങ്ങനെയാണ് ഈ ഇതിലോട്ട് വന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതാണ് നമ്മളത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അലിഞ്ഞു ചേർന്നിരിക്കും. അപ്പം നമ്മുടെ കടമ എന്താണെന്ന് വെച്ചാൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ്. ആ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിരിക്കണം ഈ അറബി സർവകലാശാല. ഈ അറബി സർവകലാശാല മറ്റുള്ളവരായിട്ട് പോരാടാനുള്ള വേദിയായിരിക്കരുത്, അല്ലെങ്കിൽ ശുദ്ധ അറബിയുടെ പുറകെ പോകാനായിട്ടുള്ളൊരു വേദിയായിരിക്കരുത്. അത് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പഠനങ്ങളുടെ ഒരു കേന്ദ്രമായി മാറണം. അതായിരിക്കും. അല്ലാതെ അവിടെ പോയിട്ട് പറയണം ഇതിലെ വാക്കുകൾ ആ വാക്കെടുത്ത് മലയാളം വാക്കെടുത്ത് മാറ്റി മറ്റേ വാക്കെടുത്ത് മാറ്റും, അത് ശരിയല്ല, ഇത് ശരിയല്ല, അതിലോട്ടൊരു വേദിയായിട്ട് ചെയ്യരുത്. ഇപ്പം നമ്മൾ നടക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ശുദ്ധതയുടെ പുറകിലടക്കണം. ശുദ്ധ ഹിന്ദി, ശുദ്ധ ഉറുദു, ശുദ്ധ തമിഴ്, ശുദ്ധ അറബി, അങ്ങനെയൊന്നുമില്ല. എല്ലാ ഭാഷകളിലും ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർക്ക് അറിയാവുന്നതാണ്, ഈ കലം എന്നുള്ള വാക്ക് അറബി വാക്കല്ല, അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കടമെടുത്താണ്. ഒരു കടം വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് കലം. അങ്ങനെ അത് അറബിയിൽ വരും. അറബിയിൽ വന്നതോടുകൂടി അതിന് പ്രചാരണം ഭയങ്കരമായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ അതിന് വലിയ ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അറബി യൂണിവേഴ്സിറ്റി എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെക്ക് വരുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തരണം ചെയ്യേണ്ടതാണ്. തെക്ക് അതിനുള്ള പണ്ഡിതന്മാരില്ല,
ഒറ്റക്ക് അതിനുള്ള നടത്തിപ്പുകാരില്ല എന്ന്. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, മറ്റേ രീതിയിൽ പോകണ ഒരു പാകിസ്ഥാൻ സിൻഡ്രോമായി മാറും. ഭൂരിപക്ഷത്തിൽ ന്യൂനപക്ഷം എന്ന ചിന്താഗതി പാടില്ല. എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും മനസ്സിലായി ഇതിനുള്ള പഠന ഗവേഷണം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഞാൻ കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഉറവിടമായ കൊടുങ്ങല്ലൂരിലോട്ട് നിങ്ങളെ ക്ഷണിക്കാം. അതെ, മാലിക് ദിനാർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, മാലിക് ദിനാർ യൂണിവേഴ്സിറ്റി ഓഫ് അറബിക് സ്റ്റഡീസ് കൊടുങ്ങല്ലൂർ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ക്ഷണിച്ചത് മാത്രമേ, ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമ്മിശ്ര സംസ്കാരമാണ്. അതൊരു സമ്മിശ്ര സംസ്കാരമായിട്ട് നിലനിർത്തുന്നതാണ് നമ്മുടെ കഴിവ്. നമ്മളുടെ ഇടയിൽ മറ്റുള്ള ചില വേണ്ടാത്ത പ്രവണതകൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രവണത? വസ്ത്രത്തിൻ്റെ കാര്യമായാലും ഭക്ഷണത്തിൻ്റെ കാര്യമായാലും കുട്ടികളെ പേരിടുന്ന കാര്യമായാലും ഒക്കെ അറബ് വൽക്കരണം നടക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. പഴയ ഒരു 3 തലമുറ മുമ്പ്, 2 തലമുറ മുമ്പിലാണ് ഇവരൊക്കെ പേരുകൾ എന്താണ്? കുഞ്ഞാലിക്കുട്ടി, കുട്ടിയാമൂട്ടി, ഇത് അഹമ്മദ് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ പേര് തന്നെയാണല്ലോ, അമ്മൂട്ടി, അങ്ങനെയാണ് പേരിട്ടിരുന്നത്. അതിൻ്റെ മുന്നിൽ ഒരു ദ്രാവിഡ പേരുണ്ടാവും, കുട്ടി അഹമ്മദ്, അലിയാർ ഉണ്ടല്ലേ, മുപ്പരുഷാറായിട്ട് അലിയാറുള്ള മുപ്പര്, ഹസ്രത്ത് അലിയുടെ പേരിൽ മുപ്പര് അലിയാറായിട്ട് ഇരിക്കുന്നു മനസ്സിലല്ലേ എന്ന് പറഞ്ഞാൽ. അത് മാറി എൻ്റെയൊക്കെ വാപ്പാടെ കാലഘട്ടം വന്നപ്പോൾ അവർ പ്യുവറായിട്ടുള്ള ഇസ്ലാമിക പേരെടുത്തു. ഇപ്പോൾ ഹസൻ ഹുസൈനിൻ്റെ ഹസനാണ് അവിടെ ഇരിക്കുന്നത്. അത് കറക്റ്റ് പ്യുവർ ഇസ്ലാമിക പേരാണ് കിട്ടും. ഇപ്പം നടക്കണമെന്ന് അറിയോ? ഏതെങ്കിലും ഒരു അറബി പേരെടുത്തുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ പേരുണ്ട്. വാപ്പാടെ ഉമ്മാടെ പേരങ്ങൾ ചേർക്കും. അപ്പോൾ ആദ്യത്തെ ഉമ്മാടെ പേര് റംലത്ത്, വാപ്പാടെ പേര് നിങ്ങൾ തമ്മിലത്ത് നിങ്ങളായിരിക്കും. രണ്ടിൻ്റെയും കൂടെ കുട്ടികൾ. അപ്പോൾ റംലത്ത്, ഹംലത്ത്, പിന്നെ മൂന്നാമത്തെ ടോയ്ലറ്റ്, ഓംലറ്റ്. അല്ലെങ്കിൽ മനുഷ്യന് വായിൽ കൊള്ളാം. എനിക്കുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ശുപാർശ എനിക്ക് വിളിച്ചു പറഞ്ഞുതരും. അപ്പം പണ്ട് കാലത്ത് വളരെ എളുപ്പമാണ് ശുപാർശ. ഹലോ, എന്താ നമ്മുടെ പയ്യൻ്റെ പേരെന്താ? അത് മൊയ്തീൻ. ഓ മൊയ്തീനല്ലേ, അപ്പം നമുക്ക് ഓർമ്മയില്ല മൊയ്തീന്. ഇപ്പം നമ്മൾ പേര് ഓർമ്മ വെച്ചു, നമുക്ക് വേറെ കുറിച്ചൊന്നും വെക്കണ്ട. ഇപ്പം പയ്യൻ്റെ പേരെന്താണ്? ഫാത്തിമ അൽ ഇക്രാമുൽ അസഖ്. അല്ല, അതെന്ത് സാധനം? അതെന്ത് പേരാണ്? നമ്മൾ കേട്ടിട്ടില്ല. അതങ്ങനെ ഒരു പുതിയ പേരുണ്ട്, അതങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അറബി പേരുകൾ ഇസ്ലാമിക പേരല്ല. ഇസ്ലാമിക പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖുറാൻ ഹദീസിന് എടുക്കണം. നിങ്ങൾക്ക് തോന്നിയ പേരൊക്കെ ഇട്ടില്ല. അതിൽ തന്നെ ഉള്ളതിനെ പലതും അറബി മുസ്ലിം തന്നെ പറയാൻ പറ്റില്ല എന്ന് മോലിക്ക് അറിയാലോ. അതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലും ഈ പേരുകൾ തന്നെയാണ്. അപ്പൊ അബൂ ജാഹിൽ ഒരു അബു തന്നെയാണല്ലോ. എന്തായാലും മൂപ്പരൊരു അബു തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ വളരെ സ്നേഹപൂർവ്വം അബു എന്നൊക്കെ വിളിക്കും. എന്തായാലേ അത് ജാഹിൽ നമ്മൾ ഒഴിവാക്കി. എന്തായാലും എന്ന് പറഞ്ഞ മാതിരി അപ്പൊ പേരുകൾ ഇടുന്ന കാര്യത്തിലായാലും ഭക്ഷണ രീതികളായാലും ഒക്കെ വല്ലാതൊരു മിമിക്രി എന്ന് നടന്നുകൊണ്ടിരിക്കും. ആ മിമിക്രി നമുക്ക് ഗുണകരമല്ല. തീരെ ഗുണകരമല്ല. ഒരു ഭാഗത്ത് ഈ പേരുകളൊക്കെ ഇടുകയും അപ്പുറത്തെ ഭാഗത്ത് റിയാലിറ്റി ഷോയിൽ ഡാൻസ് ചെയ്യാൻ പോവുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അപ്പൊ എവിടെ നമ്മളൊരു മധ്യവഴിയുണ്ട്. ദർ ഇസ് എ മിഡിൽ പാത്ത്. ബുദ്ധൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഒരു മധ്യവഴിയുണ്ട്. മധ്യവഴിയിലൂടെ നമ്മൾ പോകണതാണ് നല്ലത്. എല്ലാത്തിനും ഒരു മധ്യവഴി വേണം ആ കാര്യത്തിൽ. അതിന് വരാൻ ഒന്നല്ല ഇപ്പുറത്തെടുത്ത് ചാടി അല്ലെങ്കിൽ അപ്പുറത്തെടുത്ത് ചാടി. അപ്പം അത് വേണ്ട. അപ്പം ഇതും കൂടെ ഒരു ഫാക്ടറാണ്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള സമുദായങ്ങൾക്ക് തോന്നൽ വരും, ഇതെന്താണ് ഗോഡ്സീല ഒരു തന്നെ പേരാണ്. കാരണം ഗോഡ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ജില്ലയും കൂടെ ചേർത്ത്. ഗോഡ്സീല ഒരു വലിയ ഒരു മൃഗത്തിൻ്റെ പേരാണ്. എന്താ ഗോഡ് ഉണ്ടെന്ന് ചേർത്ത്. അപ്പം പേരിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ചെറിയ പ്രസംഗം കേട്ട നിങ്ങളോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ വേദി, നമ്മൾ ഉണ്ടാക്കുന്ന അറബ് സർവകലാശാല എന്നുള്ള സംഭവം പഴയ പാരമ്പര്യം, ഹിന്ദു മുസ്ലിം മൈത്രി, മതസ്ഥരായിട്ടുള്ള മൈത്രി, അവരായിട്ടുള്ള സ്നേഹം, അതിൻ്റെയൊക്കെ വേദിയായി മാറട്ടെ, ഒരു പഠന കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യമായി